ഡിറ്റക്ടറിനകത്ത് ഫസ്റ്റ് പവർ സപ്ലൈക്കകത്ത് ഗൺ ബയാസ് ഏറ്റവും മിനിമം പോയിൻ്റ്, പിൻ ബയാസ് ഏറ്റവും മിനിമം പോയിൻ്റ്, ഫ്രീക്വൻസി നമ്മൾ സെൻട്രലായിട്ടായിരിക്കും കീപ്പ് ചെയ്യുന്നത്. ഈ നമ്മൾ പവർ സപ്ലൈ ഓൺ ചെയ്യുമ്പം ആദ്യം വരുന്നത് വോൾട്ടേജ് ആയിരിക്കും. ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അത് ചേഞ്ച് ചെയ്ത് ഗൺ ബയാസ് കൂട്ടി കൊടുത്തു കഴിയുമ്പം പോസിറ്റീവ് വാല്യൂയിലോട്ട് കയറുമ്പം എപ്പോഴാണോ കറണ്ടിന് ചേഞ്ച് വരുന്നത് ആ വാല്യൂട്ടാണ് നമ്മൾ ക്യാര മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പം ഇത് ഓൺ ചെയ്ത് കഴിയുമ്പം ഇതിപ്പോൾ ഏറ്റവും മിനിമത്തിൽ കിടക്കുക നെഗറ്റീവാണ്. നമ്മൾ പതിയെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പം എന്തോ ഒരു തകരാറ്. എന്തടാ തിരിയാത്തത്? കറണ്ട് ഓക്കെ വെയിറ്റ്. നമ്മൾ ഒരു 0.6 ആയപ്പം കറണ്ട് 0.4. ഒരു മിനിറ്റ്. കറണ്ട് ഏറ്റവും സ്റ്റാർട്ടിങ് വരുന്നത് തൊട്ട് നോക്കാം. കറണ്ട് 0 വന്നു കഴിയുമ്പോൾ ഇവിടെ 0 ആയ പോസിറ്റീവ് വാല്യൂ വോൾട്ടേജിനകത്തോട്ട് കയറിയപ്പം കറണ്ട് ഇവിടെ 0.01. അതായത് 4.29 വോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് 0.01. 0.29 കറണ്ട്. അടുത്തത് നമ്മൾ കുറച്ചുകൂടെ കറണ്ട് വോൾട്ടേജ് കൂട്ടി കൊടുക്കുന്നു. ചെക്ക് ചെയ്തപ്പോൾ അത് 0.02 ആയി. 4.39 കറണ്ട് ഈസ് 0.02. കൂട്ടിയ ഒരു 0.59 വെച്ചു. കറണ്ട് 0.03. 0.59 0.03. കറണ്ട് കുറച്ചുകൂടെ 0.69 വെച്ചപ്പം കറണ്ട് ഈ 0.04. 0.6 ആവാൻ വേണ്ടി 1.14 വന്നു. 1.14 കറണ്ട് വാസ് 0.06. അടുത്തത് കറണ്ട് കൂട്ടി കൊടുക്കുക. അപ്പോൾ തിരിച്ച് കയറുക. ഒരു 0.08 കറണ്ട് കിട്ടാൻ വേണ്ടി വോൾട്ടേജ് 1.46. അടുത്തത് 1.46 ഒരു 1.6 ആയപ്പം കറണ്ട് ബിക്കം 0.09. കറണ്ട് എത്ര വരെ പോയാൽ മതിയല്ലോ സാർ? മിസ് പറഞ്ഞേ. മിസ് എത്ര വരെ കറണ്ട് എടുത്താൽ മതി? അതല്ലടാ, കറണ്ട് എത്ര വരെ എടുത്താൽ മതി എന്ന് പറഞ്ഞേ. അത് എത്ര വരെ എടുക്കാവൂ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് പറഞ്ഞില്ലായിരുന്നു. എത്ര വരെ നോക്കിയാൽ മതി? 9 വോൾട്ടാണ് പറഞ്ഞത്. വോൾട്ട് ഇപ്പം ഇല്ല. ഇപ്പം കറണ്ട് വോൾട്ട് എന്ന് പറഞ്ഞാൽ 2.09 ആയപ്പം കറണ്ട് 0.11. അടുത്തത് ഒരു 0.15 ആംപിയർ കിട്ടാൻ വോൾട്ടേജ് 3.26. വോൾട്ടേജ് ഒരു 4 വെച്ചപ്പം കറണ്ട് 0.17. ഇല്ല കഴിഞ്ഞ ഒരു എത്രയാണ് ലാസ്റ്റ് വോൾട്ടേജ് പറഞ്ഞേ? 4 വോൾട്ട്. എടാ 5 വെക്കുമ്പം 0.17. 0.17 തന്നെ. അടുത്തത് 5.3 0.17 തന്നെ. ഇനി 17 നിന്ന് മാറുന്ന ഇനി 17 പിന്നെ 16 ആയി. 16 ആവുന്നത് 15. അതായത് 6 0.16. 6 വോൾട്ടിൽ 0.16. 6.5 0.17. 16. ഫാഷൻ